പി രാധാകൃഷ്ണനെ വിജയിപ്പിച്ചെടുക്കാൻ BJP വെമ്പി നിൽക്കുകയാണ്. അതേസമയം കൃത്യമായി സുദർശൻ റെഡ്ഡിയെ ഏത് രീതിയിലും അട്ടിമറിയിലൂടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ഇന്ത്യ ബ്ലോക്ക് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏറെക്കുറെ അത് വിജയം കാണും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിന് കാരണമാകുന്നത് BJP MPമാരിൽ 12ഓളം പേർക്ക് സസ്പെൻഷൻ ഉറപ്പാകുന്ന, അവരെ അയോഗ്യരാക്കുന്ന നടപടിയിലേക്ക് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യം വരികയാണ്. അതായത് സുപ്രീം കോടതി നിർദ്ദേശം കൊടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, ഇതിൽ MPമാരിൽ ചിലർ ഗുരുതരമായ ആരോപണം നേരിടുന്നു, അവർക്കെതിരെയുള്ള ലോക്സഭയിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിശദ വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് നിരത്തുകയാണ്. നമുക്കറിയാം NDA സംബന്ധിച്ചിടത്തോളം 297 അംഗങ്ങൾ അവർക്കുണ്ട് എന്ന അവകാശവാദമാണ് അവർ പറയുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 237 ലോക്സഭാ അംഗങ്ങളും രാജ്യസഭയിൽ 136 അംഗങ്ങൾ NDAക്കും 86 ഇന്ത്യ മുന്നണി MPമാരും ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കണക്കുകൾ എങ്ങനെയൊക്കെ കൃത്യമായി അളന്നു മുറിച്ച് എടുത്താലും ക്രോസ് വോട്ടിംഗ് നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. MPമാർക്ക് വിപ്പ് കൊടുത്തുകൊണ്ട് BJP കാർക്കശ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നതെങ്കിൽ പോലും അട്ടിമറി നീക്കം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. 12 JDU MPമാർ ലോക്സഭയിൽ ഉള്ളതിൽ 6 or 7 പേർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കും എന്നാണ് വ്യക്തമാകുന്നത്. BJDയുടെ MPമാർ രാജ്യസഭയിലുണ്ട്, അവരും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കും. YSR കോൺഗ്രസ് മാത്രമാണ് NDAയിൽ പെടാത്ത, അതായത് NDAയിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ഇല്ലാത്ത, എന്നാൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിനെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കളി വലിയൊരു ട്വിസ്റ്റിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കാരണം അയോഗ്യത വന്നാൽ MPമാരിൽ 10 or 12 പേർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരികയും CP രാധാകൃഷ്ണന്റെ നില പരുങ്ങലാവുകയും ചെയ്യും. ആ സാഹചര്യം കൃത്യമായി സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവർ അട്ടിമറിയിലൂടെയാണ് വിജയിച്ചതെന്നും കേവല ഭൂരിപക്ഷം മാത്രം NDAക്ക് മൊത്തത്തിൽ ലഭിച്ചതാണ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. ജഗദീപ് ധൻഖറെ പടിയടച്ച് പുറത്താക്കിയതിന്റെ പിന്നിൽ വലിയ കുശാഗ്ര ബുദ്ധിയുണ്ട്. അമിത്ഷായോട് തർക്കിച്ച് അല്ലെങ്കിൽ അമിത്ഷായുടെ നടപടിക്രമങ്ങളെ എതിർത്തുകൊണ്ടാണ് ജഗദീപ് ധൻഖർ രാജ്യസഭ അധ്യക്ഷ സ്ഥാനം, ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ MPമാരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധൻഖറും ചില പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.